ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഹിന്ദിയുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ബീഹാറിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കു ഭാഗത്തായാണ് ഹിന്ദി ഹൃദയഭൂമിയിൽപ്പെട്ട ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 8,28,78,796 ഇവിടുത്തെ ജനസംഖ്യ. പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, കിഴക്ക് പശ്ചിമ ബംഗാൾ, തെക്ക് ജാർഖണ്ഡ് എന്നിവയാണ് ബീഹാറിന്റെ അയൽ സംസ്ഥാനങ്ങൾ. വടക്ക് നേപ്പാളുമായി രാജ്യാന്തര അതിർത്തിയുമുണ്ട്. പട്നയാണ് തലസ്ഥാനം. ഭജ്പൂരിയാണ് ഔദ്യോഗിക ഭാഷ. ബീഹാർ എന്ന പദം രൂപം കൊണ്ടത് വിഹാരം എന്ന പദത്തിൽ നിന്നുമാണ്. പ്രാചീന കാലത്ത് ബുദ്ധമതത്തിന് നല്ലവണ്ണം വേരോട്ടം ലഭിച്ച സ്ഥലമായിരുന്നു ബീഹാർ. മൗര്യ ചക്രവർത്തിമാരുടെ കേന്ദ്രമായിരുന്നു ബീഹാർ. അശോക ചക്രവർത്തിയുടെ കാലത്ത് പ്രശസ്തമായ മഗധയും അതിന്റെ തലസ്ഥാനമായ പാടലിപുത്രവും ബീഹാറിലാണ്. മുഹമ്മദ് ഖിൽജിയുടെ ആക്രമണത്തിന് ബുദ്ധമതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. 12-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ ആക്രമണം നളന്ദയും വിക്രമശിലയും അടക്കം ധാരാളം ബൗദ്ധ വിഹാര കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. ഈ പാടലിപുത്രം തന്നെയാണ് ഇന്നത്തെ പട്ന. പിന്നീട് ഗുപ്ത രാജവംശം ബീഹാറിൽ ഭരണം നടത്തി. പിന്നീട് ബീഹാർ മുഗൾ ഭരണത്തിനു കീഴിലായി. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ തോൽപ്പിച്ച് ഷേർഷാ ഭരണം പിടിച്ചെടുത്ത സമയത്ത് ബീഹാർ പഴയ പ്രതാപം വീണ്ടെടുത്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ പതനശേഷം ബീഹാർ ബംഗാൾ നവാബുമാരുടെ കയ്യിലായി. 1764 ബ്രിട്ടീഷുകാർ ബീഹാർ പിടിച്ചെടുത്തു. 1936 ബീഹാറും ഒറീസയും പ്രത്യേക പ്രവിശ്യകളായി. ബീഹാറിനെ 8 ഡിവിഷനുകളിലായി 38 ജില്ലകളായി തിരിച്ചിരിക്കുന്നു. 2000 നവംബർ 15 ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് രൂപം കൊണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.